ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മലയാളത്തിൻ്റെ അഭിമാനം, നമ്മുടെ എല്ലാം മെഗാസ്റ്റാർ ഭരത്, പത്മഭൂഷൺ മെഗാസ്റ്റാർ മമ്മൂക്കയ ഇന്നലെ പുരസ്കാരത്തിൻ്റെ നിറവിലാണ്. 72ാമത് ദേശീയ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ ഭ്രമയുഗം എന്ന ആ സിനിമക്ക് അദ്ദേഹത്തിന് മികച്ച നടനുള്ള അവാർഡ് കിട്ടിയെന്നറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം. 4 നൂറ്റാണ്ടായി അദ്ദേഹത്തിന് ഒരു അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയിട്ട്. കാരണം നമ്മുടെ ലാസ്റ്റായിട്ട് അദ്ദേഹത്തിന് കിട്ടുന്നത് പറയുമ്പോൾ വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിനാണ്. അതിനുശേഷം അദ്ദേഹത്തിന് ഒരു നാഷണൽ അവാർഡിന് ഒരുപാട് തവണ അദ്ദേഹത്തെ പരിഗണിച്ചെങ്കിലും അതിൻ്റെ ജൂറി രാഷ്ട്രീയം കളി കളിച്ചിട്ട് അദ്ദേഹത്തെ അതിൽ നിന്നൊക്കെ ഒഴിവാക്കി. ലാസ്റ്റായിട്ട് അദ്ദേഹത്തിന് ഒരുപാട് ചിത്രങ്ങൾ തമിഴിൽ പേരമ്പിരുണ്ടായിരുന്നു, അല്ലെങ്കിൽ മുന്നറിയിപ്പ്, പാലേരും മണിക്ക, കുട്ടിസ്രാങ്ക്, അങ്ങനെ ഒരുപാട് കാഴ്ച, പാളും ഒരുപാട് ചിത്രത്തിന് അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് അതിൻ്റെ അറ്റം വരെ ലാസ്റ്റ് ഫൈനൽ റൗണ്ട് വരെ എത്തിയിട്ട് അദ്ദേഹത്തെ ഒഴിവാക്കിയ ഒരു ചരിത്രമാണ് നമ്മുടെ ഈ ദേശീയ അവാർഡ് ജൂറിക്ക് മുന്നത്തെ. പക്ഷേ ഈ ഒരു പ്രാവശ്യം 72ാമത് ദേശീയ അവാർഡ് നടന്നപ്പോൾ ഒരുപാട് നല്ല നല്ല സിനിമകൾക്കും നല്ല എന്താ പറയുക അഭിനയത്തിന് അവർ അവാർഡ് കൊടുത്തു. പക്ഷെ ചില രാഷ്ട്രീയ കളികൾ നടന്നിരിക്കണം. കാരണം പുഷ്പ എന്ന ചിത്രത്തിൽ ഒരു മികച്ച നടനുള്ള അവാർഡ് അല്ലു അർജുൻ കൊടുത്തു. എന്നാൽ പുഷ്പ 2 വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം. സാമ്പത്തികമായി വിജയിച്ചില്ല, എന്നാൽ അതൊരു എന്താ പറയുക ഒരു കഥാപരമായി വളരെ പിന്നിൽ. ആ ഒരു ചിത്രത്തിന് മികച്ച തിരക്കഥക്കുള്ള അവാർഡ് കൊടുത്തപ്പോൾ അത് വളരെ മോശമായി. പിന്നെ വേറൊരു അഭിമാനം എന്ന് പറയുമ്പോൾ മലപ്പുറത്ത് നിന്നൊരു മികച്ച സിനിമക്കുള്ള ഒരു അവാർഡ് കിട്ടി. അതായത് ഫെമിനിച്ചി ഫാത്തിമ എന്ന ആ ഒരു സിനിമക്ക് അദ്ദേഹം ഒരു മലപ്പുറത്ത് നിന്നുള്ള ഒരു സംവിധായകനാണ്. ആ ഒരു സംവിധായകൻ ചെയ്ത ഈ ഒരു സിനിമ ഒരു മികച്ച ചിത്രമായി ദേശീയ ഒരു അവാർഡിൽ വന്നപ്പോൾ ഒരുപാട് അഭിമാനമുണ്ട്. മമ്മൂക്കയുടെ കൂടെ ഒരു എന്താണ് ഒരു സ്പേസ് ഷെയർ ചെയ്തപ്പോൾ ഒരുപാട് അഭിമാനം. അതുപോലെ നമ്മുടെ വൈക്കം വിജയലക്ഷ്മിയാണ് മികച്ച ഗായിക, അതൊക്കെ നമുക്ക് ഒരുപാട് അഭിമാനിക്കാം. അതുപോലെ തന്നെ മികച്ച സിനിമാറ്റോഗ്രാഫി, ഭ്രമയുഗം എന്ന സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നമ്മൾ അത്രത്തോളം എന്താ പറയുക ഒരു കോരിത്തരിപ്പ്. മമ്മൂക്കയ്ക്ക് ഈ വർഷം അദ്ദേഹത്തിന് ഒരുപാട് പുരസ്കാരം കിട്ടി. അതായത് സ്റ്റേറ്റ് അവാർഡ്, ഭ്രമയുഗത്തിന് തന്നെ സ്റ്റേറ്റ് അവാർഡിൽ മികച്ച നടനായിട്ട് അദ്ദേഹത്തെ പരിഗണിച്ചു. അതുപോലെ പത്മഭൂഷൺ രാജ്യം നൽകി അദ്ദേഹത്തെ ആദരിച്ചു. പിന്നെ ഈ ദേശീയ അവാർഡും, അങ്ങനെ 3 പുരസ്കാരം, അതും മികച്ച കേരളത്തിൻ്റെ പുരസ്കാരം, രാഷ്ട്രത്തിൻ്റെ പുരസ്കാരം, അങ്ങനെ ഒരുപാട് ബഹുമതികൾ അദ്ദേഹത്തിന് ഇങ്ങനെ തേടി വന്നൊരു വർഷമാണ് 2026. അദ്ദേഹം ഒരു ഒരു ബുദ്ധിമുട്ടിൽ നിന്നും കഴിഞ്ഞ 2025 അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം ഒക്കെ മാറി, അദ്ദേഹത്തിൻ്റെ ശാരീരിക പ്രശ്നങ്ങളൊക്കെ മാറി അദ്ദേഹം വന്ന ഈ 2026 അദ്ദേഹത്തിന് അധികം സിനിമകൾ റിലീസില്ല എങ്കിൽ കൂടിയും അദ്ദേഹത്തിന് ഒരുപാട് എന്താ പറയുക രാജ്യം അദ്ദേഹത്തെ ആദരിച്ച ഒരു സംഭവം, വളരെ സന്തോഷമുള്ള കാര്യം. പിന്നെ വേറൊരു സംഭവം എന്താ വെച്ചാൽ ഈ 100 കോടി 200 കോടി എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഒരുപാട് കളിയാക്കലും വിമർശിക്കലൊക്കെ നടത്തുന്നവർ ഈ ഒരു റെക്കോർഡ്, അതായത് 4 ദേശീയ അവാർഡ് എന്ന റെക്കോർഡ് അദ്ദേഹത്തിന് ഇതിനേക്കാൾ കിട്ടേണ്ടതാണ്. പക്ഷേ ഈ ഒരു റെക്കോർഡ് ഒന്നും മറികടക്കാൻ ആദ്യം നോക്കി. കാരണം ഈ തള്ളിക്കയറ്റിയ റെക്കോർഡ് കണക്ക് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അഭിനയത്തിന് വിലങ്ങ് തടിയായി നിൽക്കാൻ ഇന്നും മലയാള സിനിമയിലോ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിലോ വേറെ ആരും ഇല്ല എന്ന് തെളിയിക്കണം അദ്ദേഹം.